അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ മാനവർക്കുള്ള അന്തിമ വേദഗ്രന്ഥം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമാണെന്നും അതിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തെറ്റിദ്ധരിച്ച് കഴിയുന്ന മുസ്ലിങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ ഗ്രന്ഥമാണ്, അത് മറ്റാർക്കും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്ന അപൂർവം ചില മുസ്ലിങ്ങളുമുള്ള ഒരു കാലഘട്ടങ്ങളിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെ ഒരു വേദഗ്രന്ഥമല്ല, മറിച്ച് സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്കായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അന്തിമ വേദഗ്രന്ഥമാണ്. ഖുർആനിലെ 39 അധ്യായത്തിലെ 41 വചനത്തിൽ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്, തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സത്യപ്രകാരമുള്ള വേദഗ്രന്ഥം നിന്റെ മേൽ ഇറക്കി തന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളിലേക്ക് മാത്രമായോ അറബികളിലേക്ക് മാത്രമായോ അതല്ലെങ്കിൽ പ്രത്യേക ഏതെങ്കിലും വിഭാഗത്തിന് മാത്രമായോ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥമല്ല എന്നും, മറിച്ച് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആനിലെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ സന്ദേശം അഥവാ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന സന്ദേശം ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ഖുർആനിൽ 2-ാം അധ്യായത്തിലെ 185 വചനത്തിലും 16-ാം അധ്യായത്തിലെ 44 വചനത്തിലും 14-ാം അധ്യായത്തിലെ 52 വചനങ്ങളിലെല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന സന്ദേശം ആവർത്തിക്കുന്നുണ്ട്. മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന് ആവശ്യമായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ മുഴുവൻ മനുഷ്യർക്കിടയിലുള്ള വർഗ വർണ്ണ ദേശ ഭാഷ വൈജാത്യങ്ങൾക്ക് അതീതമായി സർവ്വ മനുഷ്യരെയും സമഭാവനയിൽ ദർശിക്കാനുള്ള ആഹ്വാനം നൽകുന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിന്റെ സംബോധകർ സർവ്വകാല മനുഷ്യരാണ്. വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ആശയാദർശങ്ങൾ മുഴുവൻ മനുഷ്യരുടെയും രഹസ്യ പരസ്യ മേഖലയിൽ പ്രായോഗികവൽക്കരിക്കാൻ പറ്റുന്ന വിശ്വാസ കർമ്മ രീതികളാണ്. അതിവിശാലമായ ഈ വിസ്മയ പ്രപഞ്ചവും അതിലെ മുഴുവൻ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത് ആര്? നമ്മുടെ ജനനത്തിന് മുമ്പുള്ള അവസ്ഥയെന്ത്, നമ്മുടെ മരണശേഷമുള്ള അവസ്ഥയെന്ത്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് തുടങ്ങിയ ഒരുപാട് വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അതിമഹത്തായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ ഒരേ ഒരു ആരാധ്യൻ, ഒരൊറ്റ ജനത, ഒരു മതം, മനുഷ്യന് എന്ന സുന്ദരമായ സന്ദേശത്തിലൂടെ മനുഷ്യരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ സുപ്രധാനമായിട്ടുള്ളത്. ഒരേ ഒരു ആരാധ്യൻ എന്ന് പറഞ്ഞാൽ അത് സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കുലദൈവത്തിന്റെയോ ഗോത്രദൈവത്തിന്റെയോ പേരല്ല, മറിച്ച് ഈ ദൃശ്യപ്രപഞ്ചത്തിലെയും അതിനപ്പുറമുള്ളതിലെയും മുഴുവൻ വസ്തുക്കളുടെ സൃഷ്ടിക്കും സ്തുതിക്കും സമാഹാരത്തിനും കാരണക്കാരനാരാണോ അവനാണ് അള്ളാഹു. മലയാളത്തിൽ ദൈവമെന്നും ഇംഗ്ലീഷിൽ ഗോഡ് എന്നും ഉറുദുവിൽ ഖുദ എന്നും പറയുമ്പോഴുണ്ടാകുന്ന അർത്ഥകൽപ്പനയുള്ള ഒരു അറബി പദമല്ല അള്ളാഹു എന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവം, ഗോഡ്, ഖുദ തുടങ്ങിയ പദങ്ങൾക്ക് ആരാധിക്കപ്പെടുന്നതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അവർക്ക് തത്തുല്യമായ ഒരു അറബി പദമാണ് ഇലാഹ്. ആരാധിക്കപ്പെടുന്ന ആരെയും ഇലാഹുകൾ എന്ന് വിളിക്കാം. എന്നാൽ അള്ളാഹു എന്ന പദത്തിനർത്ഥം അൽ ഇലാഹി എന്നാണ്. ആരാധിക്കപ്പെടുവാൻ യഥാർത്ഥത്തിൽ അർഹതയുള്ളവനെന്നോ സാക്ഷാൽ ആരാധ്യനെന്നോ ഈ പദത്തിനർത്ഥം പറയാവുന്നതാണ്. പറഞ്ഞു വരുന്നത്, അള്ളാഹു എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കുലദൈവത്തിന്റെ പേരല്ല, മറിച്ച് ആകാശഭൂമികളുടെയും സർവ്വ മനുഷ്യരുടെയും സർവ്വജരാചരങ്ങളെ സൃഷ്ടാവാരാണോ അവനാണ് അള്ളാഹു. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായത്തിൽ 62 വചനത്തിൽ പറയുന്നത്, അള്ളാഹു ഖാലിഖ് കുല്ലി ഷൈ, അള്ളാഹു ആകുന്നു മുഴുവൻ വസ്തുക്കളെ സൃഷ്ടാവ് എന്ന്. രണ്ടാമതായി പറയുന്നത് ഒരു മതം മനുഷ്യന് എന്നാണ്. ഒരു മതം മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമാണ്. ഖുർആനിലെ 3-ാം അധ്യായത്തിൽ 85 വചനത്തിൽ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. മരണാനന്തര ജീവിതത്തിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായി പോകും. ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ള ഒരു മതമല്ല, മറിച്ച് സിൽം അഥവാ സമർപ്പണം, സലാം അഥവാ സമാധാനം എന്നീ അറബി പദങ്ങളിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാകുന്നത്. സട്ടാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക എന്നാണ് ഇസ്ലാം കൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്.
അത് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു വശം, ഏതെങ്കിലും ഭൗതിക ദർശനങ്ങൾക്ക് മറ്റൊരു വശം മതത്തിന് വിട്ടുകൊടുക്കുക എന്നൊരു നിയമമില്ല. അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ശരി, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി, മാതാവായിരുന്നാലും പിതാവായിരുന്നാലും ശരി, കച്ചവടക്കാരനായിരുന്നാലും രാഷ്ട്രീയക്കാരനായിരുന്നാലും ശരി, ആര് തന്നെയാകട്ടെ, അവർ ഏത് തലത്തിലുള്ളവരാണെങ്കിലും അവരെല്ലാവരും തന്നെ സർവ്വലോക സട്ടാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുള്ള നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടത് എന്നും ആ ജീവിതത്തിന് നൽകേണ്ട മാർഗദർശനങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആദർശങ്ങളുടെ സംഹിതയാണ് ഇസ്ലാം കൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. ഭൂമിയിൽ ആദ്യമ മനുഷ്യൻ തൊട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ മതം സർവ്വലോക സട്ടാവ് അള്ളാഹു പ്രവാചകന്മാരിലൂടെയാണ് പഠിപ്പിക്കപ്പെട്ടത്. മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യപ്രാപ്തിക്ക് എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി സട്ടാവായ അള്ളാഹു മനുഷ്യരിൽ നിന്ന് തന്നെ സത്യസന്ധരായ ചില ആളുകളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ദിവ്യ വെളിപാടുകൾ നൽകിക്കൊണ്ട് മനുഷ്യരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തു. അത്തരം ആളുകളെയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. ഈ പ്രവാചകന്മാരെല്ലാം തന്നെ ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം തന്നെ പഠിപ്പിച്ച ആശയങ്ങളുടെ സംഹിതയാണ് ഇസ്ലാം കൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. ഈ പ്രവാചകന്മാർ മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം മുതൽ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട്. പിന്നീട് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിന്റെ ആശയാദർശങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോയ ജനങ്ങളെ വീണ്ടും സത്യത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് സർവ്വലോക സട്ടാവായ അള്ളാഹു കൂടുതൽ പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ നിയോഗിച്ച പ്രവാചകന്മാരിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവരും അല്ലാത്തവരും ഉണ്ടായിരുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് വേദഗ്രന്ഥത്തിന്റെ സംഹിത എന്താണെന്ന്, വേദഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയും ജനങ്ങളെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തു. ആകെ എത്ര വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുക നമുക്ക് സാധ്യമല്ല. ഈ വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ പ്രവാചകന്മാരുടെ പഠിപ്പിച്ചത് സത്യവും അസത്യവും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഒരേ ഒരു ആരാധ്യൻ, ഒരൊറ്റ ജനത, ഒരു മതം മനുഷ്യനെന്ന് പഠിപ്പിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് അതുകൊണ്ടാണ്. ഈ വേദഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണത്തിനായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അന്തിമ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഒഴികെ വിശുദ്ധ ഖുർആൻ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളൊന്നും തന്നെ ഇന്ന് അതിൻ്റെതായ രൂപത്തിൽ നിലനിൽക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ അത് അവതരിച്ച അതേ രൂപത്തിൽ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാകാതെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യനും സത്യാസത്യ വിവേചനത്തിനുള്ള മാനദണ്ഡമായി അവശേഷിക്കുന്ന ഏക സ്രോതസ് ഇന്ന് മനുഷ്യരുടെ മുമ്പിൽ ബാക്കിയായി നിൽക്കുന്നത് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർക്കുക, വിശുദ്ധ ഖുർആൻ അതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല, മറിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മോക്ഷത്തിനായി അവശേഷിക്കുന്ന അന്തിമ വേദഗ്രന്ഥമാണ്. വാഹൃദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.